സോ ഹായ് ഓൾ, വാം വെൽക്കം ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് 15 ചാപ്റ്ററിലെ ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, നമ്മളൊരു ഏപ്രിലാണ് ക്ലാസ് തുടങ്ങിയത് അല്ലെ? അപ്പൊ ഏപ്രിൽ മെയ് അല്ല, സോറി, ഏപ്രിൽ അല്ല, നമ്മൾ തുടങ്ങിയത് ഒരു ഓഗസ്റ്റ് ഒക്കെ ആയി ഉണ്ടാവും. എന്താ പറയാ, കറക്റ്റ് ഒന്ന് ക്ലാസ് ഒരു ട്രാക്കിലേക്ക് എത്തിയപ്പോ പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞു. എന്താ പറയുക, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അതേപോലെ ഒക്ടോബർ, എന്താ പറയാ, നവംബർ, ഡിസംബർ, അങ്ങനെ 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 മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇപ്പൊ ജനുവരി എത്തി, ജാൻ എത്തി. ഓക്കെ, അപ്പൊ ജനുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിൽ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങൾ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഈ പോക്ക് പോവാന്നുണ്ടെങ്കിൽ. അപ്പോ അതെന്തെങ്കിലും ആവട്ടെ, വാട്ടവർ. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് വിക്ടേഴ്സ് എങ്ങനെ പോകുന്നു, സ്കൂൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മളെ അജണ്ടയിലുള്ള കാര്യമല്ല. കാരണം എന്താണ്, നമുക്ക് മാക്സിമം ഇത് പെട്ടെന്ന് തീർക്കണം. എത്രത്തോളം ഫാസ്റ്റിൽ തീർക്കാൻ പറ്റും അത്രത്തോളം ഫാസ്റ്റിൽ തീർക്കണം. കാരണം തീർത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, റിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതിയിലേക്ക് കടക്കാൻ. സോ ഇത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. പിന്നെ തെർമോഡൈനാമിക്സ് ഷമീം സാർ എടുക്കുന്നുണ്ടാവും. അതും പെട്ടെന്ന് തന്നെ തീരും എന്നാണ് സാറ് പറഞ്ഞത്. സോ അപ്പൊ അതൊരു വിഷയമല്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് റിവിഷൻ ഉണ്ടാവും. റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ നമ്മൾ റിവിഷൻ ചെയ്യും. ഓക്കെ, എല്ലാം കൂടെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാ ക്ലാസ്സിലും പറഞ്ഞ് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ്. സോ അതൊരു വിഷയമാക്കണ്ട. അപ്പോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ഫിസിക്സിലെ രണ്ടാമത്തെ സെക്കൻഡ് എന്താ പറയാ സ്മോളസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, ഒന്നാമത്തെ സ്മോളസ്റ്റ് ചാപ്റ്റർ എന്താ പറയാ ചാപ്റ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആയിരുന്നു. രണ്ടാമത്തെ ഏറ്റവും ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതില് തിയറി വളരെ കുറവാണ്, ഉള്ളത് മൊത്തം ഡെറിവേഷൻസ് ആണ്. ഓക്കെ, അപ്പോ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇരുന്നാലും മൊത്തം ഡെറിവേഷൻസും ചെയ്യാം. ഒരു 8-10 ഡെറിവേഷൻസ് ഉണ്ട്. ഏതാ ചോദിക്കാന്ന് പറയാൻ പറ്റൂല. എന്തായാലും 100% ചോദിക്കും എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. സോ അതിനെ പറ്റി വല്ലാതെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മൊത്തം ഡെറിവേഷൻസ് ആണ്, തിയറി വളരെ കുറവാണ്. ഇപ്പോഴുള്ള ഈ ഒരു 6 തിയറി ഒഴിച്ച ബാക്കി ഇനി തിയറികൾ വളരെ വളരെ കുറവാണ്. സോ നമുക്ക് തുടങ്ങാം. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ പേര്. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു തിയറി തന്നെയാണ്. അപ്പൊ ആ തിയറി തന്നെയാണ് എന്ത് ചെയ്തത്, ആ ചാപ്റ്ററിനും ഒരു പേര് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് തന്നെ തീർക്കാം. ഓക്കെ, സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അല്ലെ. അപ്പൊ നമുക്ക് ആ തിയറി തന്നെ, തിയറി ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് എന്താ, അത് തിയറിയാണ്. സോ ആ തിയറി വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അതിന്റെ പോസ്റ്റുലേറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ മെയിൻ പോയിന്റ്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ നോക്കാം. എവരി ഗ്യാസ് മോളിക്യൂൾ കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാസ് എടുത്ത് നോക്കിയാൽ, ഇപ്പൊ സപ്പോസ് ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ്, കുറച്ച് ഗ്യാസ് നമ്മൾ വെച്ച് നോക്കിയാൽ അതിന്റെ ഉള്ളിൽ ധാരാളം നമ്പർ ഓഫ് എന്തുണ്ടാവും, മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ഈ മോളിക്യൂൾസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സോ ദീസ് മോളിക്യൂൾസ് ആർ ഹാർഡ് ഇലാസ്റ്റിക് സ്പിയേഴ്സ് എന്ന് പറയും. സോ ഈ മോളിക്യൂൾസ് ഒക്കെ എന്താണ്, ഓരോരോ ഹാർഡ് ഇലാസ്റ്റിക് സ്പിയേഴ്സ് ആണ്. അതിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്പിയേഴ്സ് ആണ്. അവർ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്പിയേഴ്സ് ആണ്. ഓക്കെ, ഇലാസ്റ്റിക് എന്താന്ന് നിങ്ങൾക്ക് അറിയാം, ഇലാസ്റ്റിസിറ്റി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഹാർഡ് ആണ്, കാരണം ഇവർ എന്തുകൊണ്ടാണ് ഹാർഡ് ആയതെന്നുള്ളത് പിന്നെ അടുത്ത പോയിന്റിൽ പറയാം. ഓക്കെ, ദ സൈസ് ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. നമ്മൾ ഇതില് എന്താ പറയുക, കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസിന് എടുത്താൽ ആ ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ 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 സ്മോൾ ആയിരിക്കും. കാരണം എന്താ പറയാ, ആങ്സ്ട്രം സൈസിലോ അല്ലെങ്കിൽ എന്താ പറയാ ആങ്സ്ട്രത്തിന്റെ ഓർഡറിലോ അല്ലെങ്കിൽ നാനോമീറ്ററിന്റെ ഓർഡറിലോ ഉണ്ടാവുള്ളൂ. വളരെ 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 സ്മോൾ ആണ് എന്താ പറയാ ഇതിന്റെ ഉള്ളിലത്തെ സൈസ് എന്ന് പറയുന്നത്. സോ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പൊ എന്താ പറയാ മോളിക്യൂൾസ് നമ്മളെ ഡിസ്റ്റൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ആ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സൈസ് വളരെ സ്മോൾ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ മോളിക്യൂൾസിന്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. സോ സൈസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, ഇതിനൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ കൈനറ്റിക് തിയറിയിൽ മൊത്തം തെറ്റാണ്. ഓക്കെ, കുറെ തെറ്റുകളുണ്ട്, ഇഷ്ടംപോലെ തെറ്റുണ്ട്. സോ ഭാഗ്യവശാൽ അത് നിങ്ങൾ കെമിസ്ട്രിയിലാണ് പഠിക്കുന്നത്, നമുക്കതിൽ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പഠിപ്പിക്കുന്ന ഒക്കെ തെറ്റാണ്. പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാണ്ടിരുന്നാൽ എക്സാമിന് മാർക്ക് കിട്ടില്ല. ഇനി അടുത്തത്, ദ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ഓക്കെ, മോളിക്യൂൾസ് എല്ലാവരും എന്താ പറയാ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലോട്ട് ഇല്ലാതെ ഒരു കണ്ടെയ്നർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് റാൻഡം മോഷനിലാണ്. സോ ആ സമയത്ത് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ആൾസോ കൊളൈഡ് വിത്ത് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അതൊരു ശരിയായ പോയിന്റ് ആണ്. അപ്പൊ കുറെ മോളിക്യൂൾസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷനിലാവുമ്പോൾ അവർ തമ്മിൽ കൂട്ടിമുട്ടും. ഓക്കെ, അവർ തമ്മിൽ മാത്രമല്ല കൂട്ടിമുട്ടുക, അവരെന്ത് ചെയ്യും, ഈ വാൾസിനായിട്ടും ഒക്കെ കൂട്ടിമുട്ടും. ഓക്കെ, അതാണ് ആ പറഞ്ഞതിനർത്ഥം. അപ്പൊ മോളിക്യൂൾസ് ഒക്കെ റാൻഡം മോഷനിലാണ്. അപ്പൊ അവർ അങ്ങനെ അങ്ങനെ മോഷനിലാവുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യും. അതിനൊപ്പം തന്നെ അവരെന്ത് ചെയ്യും, എല്ലാ എന്താ പറയാ വാൾസിനും കൊളൈഡ് ചെയ്യും. ഓക്കെ, സോ അതും കഴിഞ്ഞു. ഇനി അടുത്തത്, ദ കൊളീഷൻ ഓഫ് എ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ,
ഈ കൊളീഷൻ നമ്മൾ പലതരത്തിലുള്ള കൊളീഷൻ പഠിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ. സോ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതായത് കൈനറ്റിക് എനർജിയും മൊമെന്റും കൺസർവ് ചെയ്യുന്ന കൊളീഷനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. സോ അത് കംപ്ലീറ്റ്ലി എന്താണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇനി അടുത്തത്, ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദർ കൊളീഷൻ ഓൺ വാൾസ്. അതായത് ഈ ഒരു കണ്ടെയ്നറിൽ എന്താ പറയാ, ഈ ഗ്യാസിന് പ്രഷർ ഉണ്ടെങ്കിൽ, ഗ്യാസിനാണ് പ്രഷർ ഉണ്ടാവുക. അപ്പൊ ഗ്യാസിന് പ്രഷർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അത് നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടെയ്നറിന്റെ വാൾസിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഗ്യാസിന് എന്തുണ്ടാവുന്നത്, പ്രഷർ ഉണ്ടാവുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദർ കൊളീഷൻ ഓൺ വാൾസ്. ഇനി അടുത്തത് ഭൂലോക പൊട്ടത്തരാണ് അടുത്ത പോയിന്റ്. ദർ ഈസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. വളരെ പൊട്ടത്തരായ എന്താ പറയുക സാധനമാണ് അത്. എന്താ വെച്ചാൽ ഒരു രണ്ട് ഗ്യാസ് മോളിക്യൂൾ വെച്ചാൽ അതിന്റെ ഇടയിൽ എന്തുണ്ട്, ഇല്ല, ഒരു ടൈപ്പ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനൊക്കെ തെറ്റാണ്. ഇതിൽ പല തെറ്റുകളും കിടക്കുന്നുണ്ട്. ആ തെറ്റുകളൊക്കെ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. കാര്യം കെമിസ്ട്രിയിൽ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമ്മൾ ഈ തെറ്റുകൾ അങ്ങനെ തന്നെ അങ്ങോട്ട് പഠിക്കുകയാണ്. സോ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഒരിക്കലും മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നാണ് ആര് പറയുന്നത്, ഈ കൈനറ്റിക് തിയറി പറയുന്നത്. സോ ഇതാണ് മൊത്തത്തിലുള്ള കൈനറ്റിക് തിയറിന്റെ 6 പോസ്റ്റുലേറ്റുകൾ. ഇത് എക്സാമിന് ചോദിക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് 3 മാർക്കിന് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ പോസ്റ്റുലേറ്റ് മാത്രം എഴുതാൻ നിങ്ങളോട് പറയാം. അങ്ങനെയെങ്കിൽ സിമ്പിൾ ആണ്. ഈ 6 പോയിന്റ്സും അങ്ങോട്ട് ഇട്ടാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 6 പോയിന്റ് ആണ്. സോ ഓരോ പോയിന്റിനും അര മാർക്ക് വീതമാണ് ഉണ്ടാവുക. സോ നിങ്ങൾ ഓരോ പോയിന്റ് സ്കിപ്പ് ചെയ്താൽ അതിനനുസരിച്ച് ഓരോരോ അര മാർക്ക് നിങ്ങളെ ടോട്ടൽ മാർക്ക് നിന്ന് ഡിഡക്ട് ചെയ്യും. സോ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അതോടുകൂടെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച്, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. കാരണം കെമിസ്ട്രിയിൽ ഐ തിങ്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലോ സം ബേസിക് കൺസെപ്റ്റിലോ പഠിച്ചിട്ടുണ്ടാവും. സോ ഇനി നമുക്ക് അതിനെക്കുറിച്ച് വല്ലാതെ പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലുള്ള ഡെറിവേഷനിലോട്ട് കടക്കുകയാണ്. സോ ഇത്രയും കാലം ഡെറിവേഷൻസ് ഇല്ലായിരുന്നു. ഇനി നമ്മൾ ഡെറിവേഷനിലോട്ട് കടക്കുകയാണ്. ഇഷ്ടംപോലെ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഡെറിവേഷൻ, എല്ലാ ഡെറിവേഷൻസും കണക്റ്റഡ് ആണ്. ഒരു ഡെറിവേഷനിൽ നമ്മളിപ്പോ ഒരു ഡെറിവേഷനിൽ എടുത്ത അതേ ഇക്വേഷൻ ആണ് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ടാണ് തുടങ്ങുക. സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എന്റെ കയ്യിൽ, ഞാനിത് തുടങ്ങാൻ പോവാണ്. സോ എന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. കണ്ടെയ്നറിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ക്യൂബ് ആണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ നല്ല അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ വരച്ചു തരാം. അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. സോ എന്റെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. നിങ്ങൾ ഒരു ഈക്വൽ വലുപ്പത്തിലൊക്കെ വരക്കണേ. അപ്പൊ എന്റെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. കണ്ടെയ്നറിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യൂബ് ആണ്. അപ്പൊ കണ്ടെയ്നറിന്റെ ഷേപ്പ് എന്താണ്, ഒരു ക്യൂബ് ആണ്. സോ നിങ്ങൾ നല്ല വൃത്തിയിലും ഭംഗിക്കൊക്കെ വരക്കുക. കാരണം എക്സാമിന് പിക്ചറിന് നല്ല മാർക്ക് ഉണ്ട്, വൃത്തിക്ക് വളരെ മാർക്ക് ഉണ്ട്. നമ്മൾ നല്ല വൃത്തിയിലൊക്കെ എഴുതിയാൽ മാർക്ക് വളരെ കിട്ടും. അതിനർത്ഥം വൃത്തിയിൽ എഴുതിയോണ്ട് മാത്രം കിട്ടൂല, എഴുതുന്ന ആൻസർ കൂടെ ശരിയായിരിക്കണം. സോ ഇതാണ് ഇത്. അപ്പൊ ഇതാണ് നമ്മളെ ഒരു കണ്ടെയ്നർ. ഇതാണ് നമ്മളൊരു കണ്ടെയ്നർ. അപ്പോ ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഗ്യാസ് മോളിക്യൂളിനെ വെക്കുകയാണ്. ഈ ഗ്യാസ് മോളിക്യൂളിന്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. ഈ ഗ്യാസ് മോളിക്യൂളിന്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. പിന്നെ ഇതൊരു ക്യൂബ് ആയതുകൊണ്ട് എല്ലാ ലെങ്ത്തും എൽ തന്നെ ആയിരിക്കും. ഇതൊരു ക്യൂബ് ആണ്. സോ എല്ലാവരുടെയും ലെങ്ത് എന്തായിരിക്കും, എൽ ആയിരിക്കും. സോ ഇതൊരു ക്യൂബ് ആണ്, എല്ലാവരുടെയും ലെങ്ത് എൽ ആയിരിക്കും. ഇനി അപ്പോ ഇവിടെ എഴുതിയത് മൊത്തം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എന്തായിരിക്കും വരിക? അപ്പൊ വോളിയം എങ്ങനെ കാണും? വോളിയം എന്ന് പറഞ്ഞാൽ ക്യൂബ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്, എൽ ക്യൂബ് ആയിരിക്കും ക്യൂബിന്റെ വോളിയം. സോ ഇതിന്റെ വോളിയം എന്താണ്, എൽ ക്യൂബ് ആണ്. നമുക്ക് നോക്കാം. കൺസിഡർ എ ഗ്യാസ് കണ്ടെയ്നർ ഇൻ എ ക്യൂബിക്കൽ വെസൽ ഓഫ് ഈച്ച് ഓഫ് സൈഡ് എൽ. സോ ഒരു ക്യൂബിക്കൽ വെസലിന്റെ ഉള്ളിൽ ഒരു ഗ്യാസ് മോളിക്യൂളിനെ ഞാനിവിടെ വെക്കുകയാണ്. ദെൻ എന്താ പറയാ, ദെൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് വി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. അല്ലെ, വോളിയം എന്ന് പറഞ്ഞാൽ എൽ ക്യൂബ് ആണ്. അതിനർത്ഥം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. അപ്പോ ഇതിന് നമുക്ക് 3 ആക്സിസുകൾ ഉണ്ട് അല്ലെ. ഇങ്ങോട്ട് എന്താണ്, എക്സ് ആക്സിസ് ഉണ്ട്. അതേപോലെ മുകളിലോട്ട് വൈ ആക്സിസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് സെഡ് ആക്സിസ് ഉണ്ട്. സോ ഈ ഒരു എന്താ പറയാ മോളിക്യൂൾ 3 ആക്സിസിലോട്ട് മൂവ് ചെയ്യും. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് ആദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന മോഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ മോളിക്യൂൾ ആദ്യം എക്സ് ആക്സിസിലോട്ട് പോവാണ്. അപ്പൊ നമ്മളെ മോളിക്യൂൾ നേരെ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് പോവാണ്. ഇതാണ് എക്സ് ആക്സിസ്. ഇതിമ തട്ടി. ഇതിമ തട്ടിയിട്ട് ഈ സാധനം എന്ത് ചെയ്തു, നേരെ ബാക്കിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. കാരണം കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ നമ്മളെ ഗ്യാസ് മോളിക്യൂൾ അതിമ തട്ടിയിട്ട് നേരെ തിരിച്ചു വന്നു. അതിമ തട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വന്നു. നമ്മൾ ചെയ്തത് എന്താണ്, നമ്മളെ മോളിക്യൂൾ എക്സ് ആക്സിസിലാണ് കേട്ടോ അപ്പൊ ട്രാവൽ ചെയ്യുന്നത്. സോ ഇത് എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി വി എക്സ് ആണ്. എക്സ് ആക്സിസിൽ ഈ ഗ്യാസ് മോളിക്യൂൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി വി എക്സ് ആണ്. സോ ഇവിടുന്ന്, അതായത് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ മൊമെന്റ് എന്തായിരിക്കും, ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതിന്റെ മൊമെന്റ് എന്തായിരിക്കും? മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ വെലോസിറ്റി, മാസ് എന്ന് പറഞ്ഞാൽ എം തന്നെയാണ്. എം ഇൻറ്റു വെലോസിറ്റി എന്താണ്, വി എക്സ് ആണ്. എം ഇൻറ്റു വി എക്സ് ആണ്.
ഇനി ഇവിടെ കൊളൈഡ് ചെയ്ത ശേഷം ഇത് നേരെ ഇങ്ങോട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുമ്പോഴുള്ള മൊമെന്റ് എന്തായിരിക്കും എം വി എക്സ് തന്നെയാണ് അപ്പോഴും. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, മൈനസ് എം വി എക്സ് എന്ന് കൊടുക്കണം. കാരണം രണ്ടിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടുന്ന് ആദ്യം ഈ മോളിക്കൂൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ എം വി എക്സും അത് കൊളൈഡ് ചെയ്ത ശേഷം അത് വീണ്ടും ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരുമ്പോഴുള്ള അതിന്റെ മൊമെന്റ് മൈനസ് എം വി എക്സ് ആണ് കൊടുത്തത്. മൈനസ് വരാനുള്ള കാരണം എന്താണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് എടുത്തത്. ഓക്കെ, അപ്പൊ അതും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ എ മോളിക്യൂൾ ഓഫ് മാസ് എം മൂവിംഗ് വിത്ത് വെലോസിറ്റി വി എക്സ്. വി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലോട്ടുള്ള വെലോസിറ്റിയാണ് വി എക്സ്. ആൻഡ് കൊളൈഡ്സ് ഓൺ ദ വാൾ ആൻഡ് ഇറ്റ് റീബൗണ്ട്സ് ബാക്ക് വിത്ത് ദ സെയിം വെലോസിറ്റി. അപ്പൊ അതേ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, റീബൗണ്ട് ചെയ്തത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, അതാണ് സെയിം വെലോസിറ്റിയിൽ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയോ, ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തെ പരിപാടി ചേഞ്ച് എന്താ പറയാ ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ. ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം കാണണം. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം അല്ലെ. ഇവിടുത്തെ ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തതാണ്, മൈനസ് എം ബി എക്സ് ആണ് അല്ലെ. സോ മൈനസ് എം ബി എക്സ്, ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം, അപ്പൊ മൈനസ് എം ബി എക്സ് ആയി ഫൈനൽ മൊമെന്റം, മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം എന്താണ്, ഈ വെറും എം ബി എക്സ്. ഓക്കെ, വെറും എം ബി എക്സ്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് മോളിക്യൂൾ എന്ത് കിട്ടും, സോ ചേഞ്ച് ഇൻ മൊമെന്റം നമുക്ക് എന്ത് കിട്ടും, ചേഞ്ച് ഇൻ മൊമെന്റം മൊമെന്റം. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം എന്ത് കിട്ടും, മൈനസ് എം ബി എക്സ് മൈനസ് എം ബി എക്സ്, അതെന്താ മൈനസ് ടു എം ബി എക്സ്. ഓക്കെ, മൈനസ് ടു എം ബി എക്സ് എന്ന് കിട്ടും. ഓക്കെ, സ്മോൾ എം എന്ന് കൊടുത്താൽ മതി കേട്ടോ, ലാർജ് എം കൊടുക്കരുത്, കാരണം ലാർജ് എം കൊണ്ട് ചെറിയ കാര്യമുണ്ട്. സോ ചേഞ്ച് ഇൻ മൊമെന്റം മൈനസ് ടു എം ബി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് കാണണം. ഓക്കെ, അതായത് ഈ മോളിക്യൂള് ഈ വാളിനെ കൊടുത്ത ഫോഴ്സ് നമുക്ക് കാണണം. ഓക്കെ, അപ്പോ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, അപ്പൊ അത് എന്തിനാണ് കാണണൊക്കെ ഉണ്ട്. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, ഓക്കെ, ഫോഴ്സ് എന്താ പറയാ എക്സേർട്ടഡ് ബൈ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ, വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ. അതായത് നമ്മളെ വാള് ഗ്യാസിന് കൊടുത്ത ഫോഴ്സ് ആണ് വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ. അതായത് എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ മോളിക്യൂൾ നേരെ പോയിട്ട് ഇതിനെ കൂട്ടിയിടിച്ചപ്പോൾ, ഇങ്ങനെ കൂട്ടിയിടിച്ചപ്പോൾ ഈ ഒരു വാൾ ഉണ്ടല്ലോ, ഈ വാൾ അതിനൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ആ മോളിക്യൂളും വാളിന് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, വാള് മോളിക്യൂളിന് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാള് കൊടുത്ത എന്താ പറയാ ഫോഴ്സ് ആണ് കാണുന്നത്. സോ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾ. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾ. ഓക്കെ, അതിന് മുമ്പ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, മോളിക്യൂളും വാളിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോളിക്യൂളും എന്ത് ചെയ്യുന്നുണ്ട്, വാളിന് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സ് നമുക്ക് എഴുതണം. സോ ഇത് താഴേക്ക് കട്ടെ, അപ്പൊ അത് അവിടെ താഴേക്ക് നിന്നോട്ടെ. അപ്പൊ എന്ത് ചെയ്യാണ്, ഈ പോയിന്റോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ മോളിക്യൂള് ഈ വാളിന് കൊടുത്ത ഫോഴ്സ് കാണും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, ഓക്കെ, ഫോഴ്സ് എന്താ പറയാ എക്സേർട്ടഡ് ബൈ, ഓക്കെ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എന്താണ്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ. ആദ്യം വാൾ കൊടുത്ത ഫോഴ്സ് കാണാം. ഓക്കെ, സോറി, വാളല്ല, ആദ്യം ഗ്യാസ് കൊടുത്ത ഫോഴ്സ് കാണും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാൾ കൊടുത്ത ഇത് കാണാം. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, ആകെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ എഴുതിയതാണ്, ഒന്നും കൂടി ഞാനത് എഴുതിയിട്ട് തരാം, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എടുത്ത് എഴുതാം. സോ ഓക്കെ, അപ്പൊ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. ഇത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനിൽ പഠിച്ചതാണ്. ഓക്കെ, ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം എന്താ പറയാ ബൈ ടൈം ആണ്. അപ്പൊ അത് അറിയാത്തവർ എഴുതി വെക്കുക, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. ഇത് ഇനി അറിയാത്തവർ എന്നുള്ളത് ഇല്ല, കാരണം എന്താണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഓൾ ഡിവൈഡ് ബൈ ടൈം ആണ്. ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം എത്രയാണ്, മൈനസ് ടു എം ബി എക്സ് ആണ്. ഓക്കെ, അപ്പൊ മൈനസ് ടു എം ബി എക്സ് ആണ് അല്ലെ. സോ മൈനസ് ടു എം ബി എക്സ് ഓൾ ഡിവൈഡ് ബൈ എന്ത് വരും, ടൈമിന് ടി എന്ന് വരും. സോ ഫോഴ്സ് എന്ത് ചെയ്തു, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. അപ്പൊ എന്ത് ചെയ്തു, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാൾ ഓൺ ദ ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസ് മോളിക്യൂളിന് നമ്മളെ വാൾ കൊടുത്ത ഫോഴ്സ് ആണ് എന്ത്, മൈനസ് ടു എം ബി എക്സ് ബൈ ടി എന്നുള്ളത്. ഓക്കെ, ഇനി അതേപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ വാൾ കൊടുത്ത ഫോഴ്സ് ആണ് കണ്ടത് ഗ്യാസിന്, ഇനി ഗ്യാസ് വാളിന് കൊടുത്ത ഫോഴ്സും കൂടെ കാണണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് എഴുതി വെക്കാം. എന്ത്, അപ്പൊ അത് നമുക്ക് കൂളായിട്ട് എഴുതി വെക്കാം. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, ഫോഴ്സ് എന്താ പറയാ, ഇതാണ് നമുക്ക് വേണ്ടത്. ഫോഴ്സ് എന്താ പറയാ, ഫോഴ്സ് അല്ല, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, ഓക്കെ, ഫോഴ്സ് എന്താ പറയാ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾ. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾ ഓൺ വാൾ. ഓക്കെ, ഗ്യാസ് എന്താ പറയാ മോളിക്യൂൾ ഓൺ ദ വാൾ. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾ. അത് വളരെ സിമ്പിൾ ആണ്. ഇത് മൈനസ് ടു എം ബി എക്സ് ബൈ ടി അല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്ലസ് ടു എം ബി എക്സ് ബൈ ടി ഇട്ടാൽ മതി, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് കൊടുത്താൽ മതി, പ്ലസ് എന്ത് കിട്ടും,
2m എന്താ പറയാ Vx all divided by t. അപ്പൊ നമുക്ക് ഫോഴ്സും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ പ്രഷർ കിട്ടണം. എന്ത് കിട്ടണം? പ്രഷർ കിട്ടണം. അപ്പൊ ഫോഴ്സ് കിട്ടി, നമുക്ക് പ്രഷർ കിട്ടണം. അപ്പൊ നമുക്ക് ഇനി പ്രഷറും കൂടെ വേണം, കാരണം പ്രഷർ ആണ് നമുക്ക് ഇതിൽ കാണേണ്ടത്. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ, ഓക്കെ, പ്രഷർ ആണ് ഇവിടെ നമ്മൾ കാണുന്നതും ഗ്യാസിന്റെ പ്രഷർ ആണ്. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ, വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾ. ഗ്യാസ് എന്താ പറയാ? മോളിക്യൂൾ ഓൺ ദ വാൾ. പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾ. ഓക്കെ, ഇത് ഷുവർ ഡെറിവേഷൻ ആട്ടോ. 3 മാർക്ക് എന്തായാലും ചോദിക്കും. പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾ. നമുക്കറിയാം പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്, അല്ലെ? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് പ്രഷർ, അല്ലെ? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് പ്രഷർ. അപ്പൊ നമുക്ക് ഇവിടെ ഇതാണ് ഇക്വേഷൻ. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട്. ഇവിടെ 2mvx/t ആണ്, അല്ലെ? ഈ ഇക്വേഷനിൽ നമുക്ക് ഈ ടൈമിനെ ഒന്ന് മാറ്റണം. നമുക്ക് എന്ത് ചെയ്യണം? ഈ ടൈമിനെ ഒന്ന് മാറ്റണം. അപ്പൊ ടൈമിനെ ഞാൻ മാറ്റാൻ പോവാണ്. എങ്ങനെ മാറ്റുന്നു എന്ന് കണ്ടോ? നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഓക്കെ, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണോ? എൽ ആണ്, അല്ലെ? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ആണ്, അല്ലെ? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ ആണ്. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. വെറും എൽ അല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് പോയപ്പോൾ ഒരു എൽ ഉണ്ട്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോയപ്പോഴും ഒരു എൽ ഉണ്ട്. രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ടോട്ടൽ ടൈം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2l ആണ്. ഒരു ഭാഗത്തേക്ക് മാത്രമല്ല അയാൾ സഞ്ചരിച്ചത്, രണ്ട് ഡയറക്ഷനിലേക്ക് പോയി. സോ 2l കിട്ടി. സോ 2l കിട്ടി. 2l ഓൾ ഡിവൈഡ്, ഇവിടെ വെലോസിറ്റി എന്താണ്? Vx ആണ്. സോ ടൈം എന്താ കിട്ടിയത്? ടൈം ഈസ് ഈക്വൽ ടു 2l/Vx എന്ന് കിട്ടും. എന്ത് കിട്ടും? ടൈം ഈസ് ഈക്വൽ ടു 2l/Vx. നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 2m എന്താ പറയാ? Vx ഓൾ ഡിവൈഡ് ബൈ, ടൈമിന് പകരം നമ്മൾ എന്താ കൊടുക്കുക? 2l/Vx, അല്ലെ? 2l/Vx. ഓക്കെ, ഇവിടെ 2ഉം ക്യാൻസൽ ചെയ്യും. ഈ Vx നേരെ മുകൾക്ക് പോയാൽ Vx സ്ക്വയർ ആവും, അല്ലെ? അപ്പോ ഇവിടെ മുകൾക്ക് പോയാൽ Vx സ്ക്വയർ ആവും. ഓക്കെ, പിന്നെ രണ്ടോടത്തും ഓക്കെ, അപ്പൊ Vx സ്ക്വയർ ആവും, അല്ലെ? അപ്പൊ ബാക്കി എന്താ കിട്ടുക? ഇവിടെ ഈ Vx നേരെ പോയാൽ mvx²/L. സോ അവസാനത്തെ റിസൾട്ട് എന്ത് കിട്ടും? mvx²/L എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് നോക്കിയ ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ, ഈ ഇക്വേഷൻ മാറിയിട്ട് എന്ത് കിട്ടും? mvx² ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും? L എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഫോഴ്സിന്റെ സ്ഥാനത്ത് നേരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഫോഴ്സിന്റെ സ്ഥാനത്ത് നേരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? mvx², ഓക്കെ, mvx² ഓൾ ഡിവൈഡ് ബൈ ലെങ്ത്. ഓക്കെ, ഇവിടെ താഴെ ഏരിയ കൂടെ ഉണ്ട്. ഒരു ക്യൂബിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യൂബിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വോളിയം L³ ആണ്, ഏരിയ എന്താണ്? L² ആണ്. ഓക്കെ, L² ആണ്. സോ അതേ ഇൻറ്റു എന്ത് കിട്ടും? L² എന്ന് കിട്ടും. സോ അതേ ഇൻറ്റു L² എന്ന് കിട്ടും. ഇത് നോക്കി നോക്കൂ, ഇത് വളരെ സിമ്പിൾ ആണ്. mvx²/L ഇൻറ്റു L² എന്താണ്? L³ ആണ്, അല്ലെ? സോ അതും കൂടെ നമുക്ക് എഴുതി വെക്കാം. അപ്പൊ എന്ത് കിട്ടും? mv എന്താ പറയാ? x² ഓൾ ഡിവൈഡ് ബൈ L³. സോ ഇതാണ് നമ്മൾ ഗ്യാസ് മോളിക്യൂള് വാളിന് കൊടുക്കുന്ന പ്രഷർ. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത്, അതിന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെക്കട്ടെ കേട്ടോ. P ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? P ഈസ് ഈക്വൽ ടു എന്താണ്? mvx² ഓൾ ഡിവൈഡ് ബൈ L³. mvx² ഓൾ ഡിവൈഡ് ബൈ ഈ L³. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തത് മക്കളെ ഒറ്റ മോളിക്യൂളിന്റെ കാര്യമാണ്, അല്ലെ? ഈ കണ്ടെയ്നറിൽ ഇപ്പൊ ആകെ ഒറ്റ മോളിക്യൂൾ ഉള്ളൂ. ശരിക്കും ഈ കണ്ടെയ്നറിൽ ഒരു മോളിക്യൂൾ മാത്രമൊന്നുമല്ല, കുറെ മോളിക്യൂൾ ഉണ്ടാവും, അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത പരിപാടിക്ക് പോവാം. ഒരു മോളിക്യൂൾ മാത്രമല്ല ഒരു കണ്ടെയ്നറിൽ ഉണ്ടാവുക, കുറെ മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇത് ഒറ്റ മോളിക്യൂളിന്റെ കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഒരു മോളിക്യൂൾ അല്ല വേണ്ടത്, വേറെയും കുറെ മോളിക്യൂൾ വേണം. സോ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വിചാരിക്കുക. എന്താ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം? സപ്പോസ് നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുക, ഇതിൽ മൊത്തം n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതായത് നമ്മൾ ഇതിൽ വരച്ചത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. ഇതിൽ മൊത്തം n നമ്പർ ഓഫ് എന്താ പറയാ? മോളിക്യൂൾ ഉണ്ട്. ക്യാപിറ്റൽ N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതിലുണ്ട്. അതിൽ എന്ത് ചെയ്തു? XYZ ആക്സിസുകൾ ഉണ്ടല്ലോ. അപ്പൊ XYZ ആക്സിസ് ഉണ്ട്. അപ്പൊ ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് Z ആക്സിസ്. ഇതില് n/3 നമ്പർ ഓഫ് മോളിക്യൂൾസ് X ആക്സിസ്ക്ക് പോയി. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് പോയി? n/3 നമ്പർ ഓഫ് മോളിക്യൂൾസ് X ആക്സിസ്ക്ക് പോയി. അതുപോലെ n/3 നമ്പർ ഓഫ് മോളിക്യൂൾസ് Y ആക്സിസ്ക്ക് പോയി. അതുപോലെ n/3 നമ്പർ ഓഫ് മോളിക്യൂൾസ് Z ആക്സിസ്ക്കും പോയി. ഓക്കെ, അതായത് ഈ n എന്നുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ ഇപ്പൊ സപ്പോസ് വിചാരിക്കും 9 എണ്ണം ആണെങ്കിൽ ഈക്വൽ ആയിട്ട് പോകും. 3 എണ്ണം ഇങ്ങോട്ട് പോകും, Xക്ക് പോകും. 3 എണ്ണം Yക്ക് പോകും. 3 എണ്ണം Zക്ക് പോകും. സോ അതേപോലെയാണ് നമ്മുടെ കയ്യിൽ n നമ്പർ ഉണ്ടെങ്കിൽ n/3 Xക്ക് പോയി, n/3 Yക്ക് പോയി, n/3 Zക്ക് പോയി. ഓക്കെ, സോ അത് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ Xക്കും Yക്കും Zക്കും 3 എണ്ണം വീതം പോയി. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലെറ്റ് there is n number of molecule, മൊത്തം n number of molecules ഉണ്ട്. ഔട്ട് ഓഫ് ദിസ് n/3 മൂവ്സ് എന്താ പറയാ? along X axis, n/3 മൂവ് along Y axis, n/3 along Z axis respectively. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രഷർ നമ്മൾ കാണാൻ പോകണം. സോ therefore X ആക്സിസിൽ കൊടുത്ത ടോട്ടൽ പ്രഷർ എന്ത് വരും? സോ ടോട്ടൽ പ്രഷർ, ഓക്കെ,
ടോട്ടൽ എന്താ പറയാ പ്രഷർ. ഓക്കെ, ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ്. ഓക്കെ, ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ബൈ എന്താ പറയാ ഗ്യാസ് മോളിക്യൂൾ ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ എക്സ് ആക്സിസ് നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു പ്രഷറിന്റെ ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് എന്ത് mv(x²/L³). ആ ഇക്വേഷൻ ഞാൻ നേരെ എടുത്ത് എഴുതാം. ഇത് എക്സ് ആക്സിസിലേക്കുള്ളതാണ്. സോ ഞാൻ പി എക്സ് എന്ന് കൊടുക്കുക കേട്ടോ. പി എക്സ് ഈസ് ഈക്വൽ ടു, കാരണം എക്സ് ആക്സിസിലേക്കുള്ള പ്രഷറാണത്. സോ പി എക്സ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്? mv(x²/L³ അല്ലെ mv(x²/L³ ആണ്. mv എന്താ പറയാ x²/L³ ആണ്. ഓക്കെ, അതേപോലെ തന്നെ എടുത്ത് എഴുതി വെക്കുക. എന്താണ് m എന്താ പറയാ v എന്താ പറയാ x²(L³ ആണ്. ഓക്കെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഒരു മോളിന്റെ ആണ്, അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ആണ്. ഇവിടെ മൊത്തം എക്സ് ആക്സിസിലോട്ട് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് പോയിട്ടുണ്ട്? n/3 പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? n/3 എന്ന് കൂടെ ഇവിടെ ഇട്ട് കൊടുക്കണം. n/3 ഇൻറ്റു mv(x²/L³ എന്ന് ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? നേരത്തെ ഒരു മോളിക്യൂൾ ആയിരുന്നു, പക്ഷെ ഇവിടെ n/3 മോളിക്യൂൾ ഉള്ളത്. സോ n/3 എന്ത് വരും? n/3 ഇൻറ്റു mv(x²/L³. പിന്നെ അവിടെ ഒരു മീൻ കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു സാധനത്തിന് മുകളിൽ എന്താ പറയുക എ ബാർ ഇട്ടായി മീൻ എന്നാണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ മൊത്തത്തിലുള്ള മീൻ വെലോസിറ്റി ആണ് എടുക്കുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര മോളിക്യൂൾസ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര ഉണ്ട്, അതാണ് മീൻ. സോ ഇവിടെ മുകളിൽ നിങ്ങളൊരു മീൻ കൂടെ ഇടണം. ഇതിനർത്ഥം എന്താണ്? മീൻ വെലോസിറ്റി ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, മീൻ ആണെന്നാണ് അതിനർത്ഥം. തിന്നണ മീനല്ല. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും, മീൻ, മീഡിയൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഐ തിങ്ക് +1 മാത്തമാറ്റിക്സിലും പഠിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. സോ മീനാണിത്, അതുകൊണ്ടാണ് ഞാൻ മീൻ ഇട്ടത്. കാരണം എന്താ വെച്ചാൽ n/3 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഒരു മോളിക്യൂൾ ആകുമ്പോൾ മീൻ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റേതാകുമ്പോൾ നമ്മൾ ആവറേജ് കണ്ടെത്തണം. അതുകൊണ്ടാണ് ഈ മുകളിൽ ഈ ആവറേജിന്റെ ചിഹ്നം അല്ലെങ്കിൽ മീനിന്റെ ചിഹ്നം ഇട്ടത്. ഓക്കെ, സോ അത് കിട്ടി. അപ്പൊ പി എക്സ് ഈസ് ഈക്വൽ ടു n/3 ഇൻറ്റു mv(x⁻) ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടി? L³ കിട്ടി. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ L³ കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം? ഇത് ഇത് സ്മോൾ എം കേട്ടോ. സ്മോൾ എം ആണ്. നിങ്ങൾ ക്യാപിറ്റൽ എം ഇടരുത്. നേരത്തെ അവിടെ സ്മോൾ എം ഞാൻ ഇട്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം? ഇവിടെ ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, nm അല്ലെ, നമുക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു സ്മോൾ എം ആണ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. ഓക്കെ, ടോട്ടൽ എന്താ പറയാ മാസ് ഓഫ് ഗ്യാസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 1 ഗ്യാസ് മോളിക്യൂൾ ആണ്. ഓക്കെ, മാസ് ഓഫ് എന്താ പറയാ 1 ഗ്യാസ് മോളിക്യൂളിന്റെ മാസ് ആണ് സ്മോൾ എം. അതേപോലെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് എന്താ പറയാ മോളിക്യൂൾസ് ആണ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ n ഉണ്ട്, സ്മോൾ എം ഉണ്ട്, അത് മാറ്റിയിട്ട് ഞാൻ ക്യാപിറ്റൽ എം എന്ന് ഇടാൻ പോവാണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷൻ എങ്ങനെ മാറും? പി എക്സ് ഈസ് ഈക്വൽ ടു nm പകരം ഞാൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ എം ഇട്ടു. ഓക്കെ, അവിടെ 3 ഉണ്ട്, ഡിവൈഡ് ബൈ 3 ഉണ്ട്. ഞാൻ 1/3 എന്ന് എഴുതാണ്. സോ 1/3 ഇൻറ്റു ഞാൻ എന്ത് ഇട്ടു? nm പകരം ക്യാപിറ്റൽ എം ഇതാണ്. സോ ക്യാപിറ്റൽ എം. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ മക്കളെ L³ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളി അല്ലേ? ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. L³ എന്ന് പറഞ്ഞാൽ വോളിയാണ്. സോ L³ എന്ന് പറഞ്ഞാൽ വോളിയാണ്. സോ എം ബൈ എന്താ പറയാ വി ഇട്ടു. വി എന്ന് പറഞ്ഞാൽ വോളിയം. m/v ഇൻറ്റു എന്ത് കിട്ടും? ഇവിടെ വേറെ എന്തോ സാധനം കൂടെ ബാക്കിയുണ്ട്. എന്താണ്? vx⁻, അല്ലെ? എന്ത് കിട്ടും? vx⁻² എന്നിവിടെ ബാക്കിയുണ്ട്. സോ vx എന്താ പറയാ ബാർ ദ ഹോൾ സ്ക്വയർ. സോ ഇത്ര കിട്ടും. അപ്പോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മാസ് ബൈ വോളിയം. എന്താ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ? ഒരു ചാപ്റ്ററിന് ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. സോ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി എന്താ പറയാ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1/3 അല്ലെ? 1/3 മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയാണ്. സോ ഡെൻസിറ്റി ആണ്. സോ 1/3 റോ ഇൻറ്റു വി എന്താ പറയാ ബാർ x². സോ നമുക്ക് കിട്ടി. ഇതാണ് ആക്ച്വലി എക്സ് ആക്സിസിൽ കൊടുക്കുന്ന എന്താ പറയാ പ്രഷറിന്റെ ഇക്വേഷൻ. ടോട്ടൽ പ്രഷർ ഓഫ് മോളിക്യൂൾസ് എന്താ പറയാ എക്സേർട്ടഡ് ഓൺ ടോട്ടൽ പ്രഷർ ഓഫ് മോളിക്യൂൾസ് എന്താ പറയാ എക്സേർട്ടഡ് ഓൺ എക്സ് ആക്സിസിൽ കൊടുത്ത പ്രഷറിന്റെ ഇക്വേഷൻ ഇതാണ്. സോ നിങ്ങൾ ഈ ഒരു സംഭവം ഒന്നും കൂടെ എഴുതിയിട്ട് ഇത് നേരെ ഇങ്ങനെ എടുത്ത് വെക്കുക. ഓക്കെ, സോ സിമ്പിൾ പരിപാടി. സോ ഇതാണ് ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ എക്സ് ആക്സിസ്. അതെന്താണ്? പി എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/3 റോ വി ബാർ x². സോറി, x² ആണ്. ഇവിടെ ഞാൻ സ്ക്വയർ ഇടാൻ മറന്നു. ഓക്കെ, വി ബാർ x² എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്ന എന്താ പറയാ പാർട്ടിക്കിൾസിന്റെ മീൻ വെലോസിറ്റി ആണ്. മീൻ വെലോസിറ്റിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, സോ അതോടുകൂടെ പി എക്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പി വൈ കാണാൻ പറ്റും. ഓക്കെ, സിമിലർലി പി വൈ എങ്ങനെ കിട്ടും? ഇതേപോലെ തന്നെ. അതായത് പി വൈ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ y ആക്സിസ് നിങ്ങൾ ഇവിടെ താഴെ എഴുതണം. എന്നിട്ട് നിങ്ങൾ പി വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ആണ്. ഹാഫ് റോ അതുവരെ കോൺസ്റ്റന്റ് ആണ്. ഹാഫ് റോ ഇൻറ്റു
വി എക്സ് ബാർ സ്ക്വയറിന് വേണ്ടി നിങ്ങൾ എന്തിട്ട് കൊടുത്താൽ മതി, വി വൈ ബാർ സ്ക്വയർ എന്ന് ഇട്ടാൽ മതി. ഓക്കെ, അതാണ് ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ വൈ ആക്സിസ്. നിങ്ങൾ ഇവിടെ എഴുതിയ ശേഷം മാത്രമേ ഇതിങ്ങനെ എഴുതാൻ പാടുള്ളൂ. ഇനി ഇങ്ങനെ സെഡ് ആക്സിസും കൂടെ ഉണ്ട്. അതിന്റെ ഇക്വേഷൻ എന്താ വരിക, പി സെഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/3 റോ വി ബാർ വൈ സ്ക്വയർ അല്ലേ, അവിടെ എന്ത് ചെയ്യും, വി ബാർ സെഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അവിടെ നിങ്ങൾ ഇട്ട് കൊടുക്കണം എന്ത്, പ്രഷർ എക്സർട്ടഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഓൺ എന്താ പറയുക സെഡ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് അതും ഇവിടെ താഴെ എഴുതി കൊടുക്കണം. സോ നമുക്ക് എന്ത് കിട്ടി, പ്രഷർ എന്ത് കിട്ടി, പി എക്സ് പി വൈ പി സെറ്റ്, ഇത് മൂന്നും നമുക്ക് കിട്ടി. പി എക്സും കിട്ടി, പി വൈയും കിട്ടി, പി സെറ്റും കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ പ്രഷർ കാണണം. എന്ത് കാണണം, ടോട്ടൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ കാണണം. അതായത് ഇത് മൂന്നും കൂട്ടിയാൽ മതി അല്ലെ. സോ ടോട്ടൽ പ്രഷർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ എങ്ങനെ കാണും, സോ എന്താ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, എന്തായാലും ചോദിക്കും. സോ ടോട്ടൽ എന്താ പറയാ പ്രഷർ, ടോട്ടൽ പ്രഷർ എന്താ, ടോട്ടൽ പ്രഷർ ഞാൻ എന്താ കൊടുക്കുക, ഓഫ് ഗ്യാസ്. ടോട്ടൽ പ്രഷർ ഓഫ് ഗ്യാസിന് ഞാൻ കൊടുക്കാൻ പോകുന്ന ഇക്വേഷൻ പി ആണ്. ഓക്കെ, പി ആണ്. സോ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി എക്സ് പ്ലസ് എന്ത് കിട്ടും, പി വൈ പ്ലസ് എന്ത് കിട്ടും, പി സെറ്റ് കിട്ടും അല്ലെ. ഇവിടെ പി എക്സ് ഇതാ 1/3 റോ വി ബാർ സ്ക്വയർ, 1/3 റോ വി ബാർ വൈ സ്ക്വയർ, 1/3 റോ വി ബാർ സെറ്റ് സ്ക്വയർ. സോ നെക്സ്റ്റ് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പി ഈസ് ഈക്വൽ ടു പി എക്സ് എന്താണ് 1/3 റോ എന്തായാലും വി ബാർ എക്സ് സ്ക്വയർ പ്ലസ് പി വൈ എന്താണ് 1/3 റോ വി ബാർ വൈ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും 1/3 റോ വി ബാർ ഇസെഡ് സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടുന്ന് എല്ലാത്തിനും ഒരാൾ കോൺസ്റ്റന്റ് ആണ്, എല്ലാത്തിനും 1/3 റോ കോൺസ്റ്റന്റ് അല്ലേ. സോ ഞാൻ എല്ലാത്തിനും എടുത്ത് പുറത്തേക്ക് എടുക്കുകയാണ്. സോ നെക്സ്റ്റ് ഇക്വേഷൻ എന്ത് വരും, പി ഈസ് ഈക്വൽ ടു ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു 1/3 റോ കോൺസ്റ്റന്റ് ആണ്. സോ 1/3 റോനെ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും, ഇവിടെ ബാക്കി എന്താ ഉള്ളത്, വി ബാർ എക്സ് സ്ക്വയർ പ്ലസ് വി ബാർ വൈ സ്ക്വയർ പ്ലസ് വി ബാർ സെഡ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ചാൽ ഈ ഇത് ഒരു ഇക്വേഷൻ കൂടെ എഴുതി തരാം. ഈ ഇക്വേഷൻ നിങ്ങൾ പ്രത്യേകം നോക്കണം. വി ബാർ എക്സ് സ്ക്വയർ പ്ലസ് വി ബാർ വൈ സ്ക്വയർ പ്ലസ് വി ബാർ സെഡ് സ്ക്വയർ. ഞാൻ അതിനെ വെറും വി ബാർ സ്ക്വയർ എന്ന് എടുക്കുകയാണ്. സോ വെറും വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ബാർ എക്സ് സ്ക്വയർ പ്ലസ് വി ബാർ വൈ സ്ക്വയർ പ്ലസ് വി ബാർ എന്താ പറയാ ഇസെഡ് സ്ക്വയർ. സോ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് അല്ലെങ്കിൽ ഫൈനൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്. ആ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടും. ടോട്ടൽ പ്രഷർ എന്താ പറയാ എക്സേർട്ടഡ്. ഓക്കെ, ടോട്ടൽ പ്രഷർ ആണ് നമ്മൾ കാണുന്നത്. ടോട്ടൽ പ്രഷർ, അപ്പൊ ടോട്ടൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്, ഒരു ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ എന്ത് കിട്ടും, ടോട്ടൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഈക്വൽ ടു 1/3 ഓക്കെ 1/3 റോ വി ബാർ സ്ക്വയർ. ഓക്കെ, 1/3 റോ വി ബാർ സ്ക്വയർ. ഇവിടെ റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ് ആണ്. ദെൻ എന്താ പറയാ വി ബാർ എന്ന് പറഞ്ഞാൽ മീൻ വെലോസിറ്റി ആണ്. ആദ്യം വി സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിന്റെ എന്ത് എടുക്കുക, ബാർ എടുക്കുക. വി ബാർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ അതാണ്. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. വി ബാർ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ ക്വസ്റ്റ്യന് തരും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വി സ്ക്വയർ എടുത്ത ശേഷമാണ് അതിന്റെ ബാർ എടുക്കേണ്ടത്. ഓക്കെ, വി സ്ക്വയർ എടുത്ത ശേഷമാണ് അതിന്റെ ബാർ എടുക്കേണ്ടത്. ഓക്കെ, സോ കഴിഞ്ഞു. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഡെറിവേഷൻ കണ്ടില്ലേ, കുറെ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. ചേഞ്ച് ഇൻ മൊമെന്റ് കണ്ടിട്ട് പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂളിലെ വാളിന് കൊടുത്ത പ്രഷർ ആണ് ഇത് ഏത് ഈ ടോട്ടൽ പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഈക്വൽ ടു 1/3 റോ വി ബാർ സ്ക്വയർ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനിയുള്ള കാൽക്കുലേഷൻസ് മൊത്തം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡെറിവേഷനും ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്ത പല ഇക്വേഷൻസും നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടി വരും. ഈ ഇക്വേഷൻ മറക്കരുത്, കാരണം ഈ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ യൂസ് ചെയ്യും. കാരണം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പലതും ചെയ്യാണ്ട്. സോ ഇക്വേഷൻ ബൈ ഹാർട്ട് തന്നെ ചെയ്യണം. പിന്നെ ഇവിടെ വെച്ച വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഏത് ഈ ഇക്വേഷൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ സ്മോൾ എം. ആ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യണം, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഇതോടുകൂടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ സംഭവങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇനി ഓരോരോ സംഭവങ്ങൾ കാണണം. അപ്പൊ നമുക്ക് കൈനറ്റിക് എന്താ പറയാ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, കൈനറ്റിക് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടെമ്പറേച്ചർ, അതായത് കൈനറ്റിക് എനർജിയും, അതായത് ഈ ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എന്താ പറയാ അതിന് എന്തായാലും കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ അതിന്റെ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിന് ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം പ്രഷർ, നമ്മളിപ്പോ കണ്ട പ്രഷർ ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, 1/3 എന്താ പറയാ റോ എന്താണ് വി ബാർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ വി സ്ക്വയർ ബാർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്കറിയാം ഈ ഡെൻസിറ്റി ഉണ്ടല്ലോ, ഡെൻസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോകും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ എം ആട്ടോ, ക്യാപിറ്റൽ എം ഓൾ ഡിവൈഡ് ബൈ വോളിയം. ഓക്കെ, സോ ഞാൻ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഈ റോക്ക് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോകണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്ത് കിട്ടും, പ്രഷർ എന്ത് കിട്ടും 1/3 റോക്ക് പകരം എന്ത് കിട്ടും, ക്യാപിറ്റൽ എം അതേപോലെ ക്യാപിറ്റൽ ബി ഹോൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും വി ബാർ സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വി വോളിയാണ്, ഈ വി വെലോസിറ്റി ആണ്. ഓക്കെ, രണ്ടും മാറ്റമുണ്ട്. ഇത് വോളിയാണ്, ഇത് വെലോസിറ്റി ആണ്.
ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? അടുത്ത സ്റ്റെപ്പ് ഞാൻ വളരെ സംഭവം ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ സ്മോൾ എം ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഞാൻ ഇത് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ക്യാപിറ്റൽ എമ്മിന് പകരം എന്താണ്? ക്യാപിറ്റൽ എൻ എന്താ പറയാ സ്മോൾ എം ഇൻറ്റു എന്ത് കിട്ടും? വി ബാർ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ വി. ഈ വി എന്ന് പറഞ്ഞ വോളിയാണ് കേട്ടോ, താഴെയുള്ളത് വോളിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടി അല്ലെ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം എന്താ അറിയാം? ഇനി ഞാൻ ഇവിടെ 2 കൊടുത്തും ഒരു 2/2 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 2 കൊടുത്തും ഒരു 2/2 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. പി ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ള 1 ഇൻറ്റു 2 അത് 2/3 എന്ന് എഴുതിട്ടോ. സോ 2/3 എന്താ കിട്ടിയത്? 2/3. എന്നാൽ ഞാൻ ഈ ക്യാപിറ്റൽ എൻ എടുത്തു, എൻ 2/3 എൻ ഇൻറ്റു ഇവിടെ പിന്നെ ഒരു 2 കൂടെ ബാക്കിയുണ്ട്, ഞാൻ ഹാഫ് എന്ന് എഴുതാണ്. ഹാഫ് ഇൻറ്റു എന്ത് കിട്ടും? എം എന്ത് കിട്ടും? വി ബാർ സ്ക്വയർ എന്ന് കിട്ടും. എം വി ബാർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എം എന്ത് കിട്ടും? വി ബാർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതായത് 2/2 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഈ 2 ഞാൻ എന്ത് എടുത്തു? ഇവിടെ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്ത് കിട്ടും? 2/3 എടുത്തു. എന്നിട്ട് ഞാൻ വെറും n ഇട്ടിട്ട് ഇവിടെ വേറെ ബാക്കി 2/2 ഇവിടെ 1/2 ഉണ്ടാവും. ആ 1/2 ഇൻറ്റു എം വി ബാർ സ്ക്വയർ എന്ന് എടുത്തു. ഓക്കെ, 1/2 ഇൻറ്റു എം വി ബാർ സ്ക്വയർ എന്നെടുത്തു. ഓക്കെ, 2/3 ഇൻറ്റു ക്യാപിറ്റൽ എൻ ബൈ വി ഇൻറ്റു എന്ത് കിട്ടും? ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി സോറി, ഇവിടെ ഒരു വോളിയം കൂടെ ഉണ്ട്, ഒരു വി എന്ന് പറഞ്ഞ ക്യാപിറ്റൽ വോളിയം കൂടെ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പില് ഈ വീനെ ഞാൻ എങ്ങോട്ട് എടുത്തു? ഈ സൈഡിലേക്ക് എടുത്തു. വീനെ മാത്രം ഞാൻ ഈ സൈഡിലേക്ക് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി എന്ന് പറഞ്ഞ പ്രഷർ, വി എന്ന് പറഞ്ഞ വോളിയം. സോ പി വി, ഓക്കെ, പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു, ഓക്കെ, 2/3 ഇൻറ്റു എൻ ഇൻറ്റു ആ വോളിയം പോയി ഇൻറ്റു ഹാഫ് എന്ത് കിട്ടും? ഹാഫ് എം എന്ത് കിട്ടും? വി ബാർ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? സപ്പോസ് ഇത് ഇക്വേഷൻ നമ്പർ 1 ഇട്ടോളൂ, കാരണം ഇവിടെ നമുക്കൊരു ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇതിങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇട്ടോ, കാരണം നമുക്ക് ഇവിടെ ഈ ഒരു പി വി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ കെമിസ്ട്രിക്ക് പോവാണ്. അപ്പൊ ഇതുവരെ ഫിസിക്സ് ആണ്, നമ്മൾ കെമിസ്ട്രിക്ക് പോവാണ്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഈസ് ഈക്വൽ ടു എന്താണ്? എൻ ആർ ടി ആണ് അല്ലെ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ അത് വെച്ച് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഓൾ ഡിവൈഡഡ് ബൈ എൻ എ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ച ഇക്വേഷൻ ആണ്. ഇവിടെ സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. മറക്കരുത്, സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ എന്താ പറയാ ഓഫ് മോൾസ് ആണ് സ്മോൾ n എന്ന് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ എന്താണ്? അവോഗാഡ്രോ നമ്പർ ആണ്. നിങ്ങൾക്ക് അറിയാം n എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ആണ് n എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോറി, Na എന്ന് പറഞ്ഞാൽ. ഇനി n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്താ പറയാ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, അങ്ങനെ പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ നിങ്ങൾ ചത്താലും മറക്കരുത്. നേരത്തെ ഞാൻ കഴിഞ്ഞ ഡെറിവേഷൻ 1-2 ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ മൊത്തം ത്രൂ ഔട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഇക്വേഷൻ അതേപോലെ ആവശ്യമുള്ള ഒന്നാണ്. ചിലപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും ഇതൊക്കെ എടുക്കുക. സോ ആ സമയത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വീണ്ടും. സോ ഈ ഇക്വേഷൻ കൂടെ പെട്ടിയിലാക്കി കാണാപ്പാടെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് സ്മോൾ n ആണുള്ളത് അല്ലെ? സോ സ്മോൾ n പകരം n/n നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ പി വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പി വി ഈസ് ഈക്വൽ ടു ഈ സ്മോൾ n പകരം n/n നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ സ്മോൾ n പകരം n ഓൾ ഡിവൈഡ് ബൈ എന്താ പറയാ Na ഇൻറ്റു എന്ത് കിട്ടും? ആർ ടി എന്ന് കിട്ടും. ഓക്കെ, n ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും? Na ഇൻറ്റു ആർ ടി എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ഇനി ഞാൻ പുതിയൊരു സംഭവം പഠിപ്പിച്ചു തരാണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, Na എന്ന് പറഞ്ഞ അവോഗാഡ്രോ നമ്പർ. സോ ആർ ബൈ Na എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആർ ബൈ Na എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേരാണ് കെ ബി. എന്താണ് കെ ബി? ഓക്കെ, കെ ബി എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. ബോൾസ്മാൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. കെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അയാളുടെ പേരാണ് ബോൾസ്മാൻ. ഓക്കെ, സോ ബോൾസ്മാൻ എന്താ പറയാ കോൺസ്റ്റന്റ് എന്നാണ് ആ കെ ബിക്ക് നമ്മൾ പറയാം. ഓക്കെ, ഈ കെ ബിന്റെ വാല്യൂ, കെ ബിക്ക് ഒരു വാല്യൂ ഒക്കെ ഉണ്ട്. കെ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത്, കെ ബിന്റെ വാല്യൂ എത്ര വരും? കെ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.38. ഓക്കെ, 1.38 ഇൻറ്റു 10⁻⁻23 ആണ്. -23 ജൂള് കെൽവിൻ ഇൻവേഴ്സ്. യൂണിറ്റ് ജൂൾ കെൽവിൻ ഇൻവേഴ്സ് ആണ്. അപ്പോ ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ കെ ബി എന്ന് പറഞ്ഞാൽ കെ ബി എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്നാണ് പേര്. കാണാനുള്ള ഇക്വേഷൻ r/n. കാണൊന്നും വേണ്ട, കാരണം r ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനൊരു വാല്യൂ ഉണ്ട്. ദെൻ അവോഗാഡ്രോ നമ്പർ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനൊരു വാല്യൂ ഉണ്ട്. സോ അതൊക്കെ കൊടുത്തു നോക്കുമ്പോൾ കെ ബിന്റെ വാല്യൂ എത്ര കിട്ടും? 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ ആണ്. ഓക്കെ, ഇനി കെ ബിക്ക് r/n ആണ്. സോ ഞാൻ ഈ r/nക്ക് പകരം ഇവിടെ ഞാൻ കെ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും അറിയോ? നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇതേപോലെ കിട്ടും. ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു
n ഇൻറ്റു കെ ബി ഇൻറ്റു ടി. ഓക്കെ, അതായത് പി വി is equal to NRTക്ക് നമ്മൾ കൈനറ്റിക് തിയറിയിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ ആണ് പി വി is equal to n കെ ബി ടി. എന്താണ് പി വി is equal to n കെ ബി ടി. ഇനി ഈ പി വിക്ക് പകരം ഈ പി വിക്ക് എൻ കെ ബി ടി ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 1. സോ പി വി is equal to n കെ ബി ടി എന്നുള്ള സാധനം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എന്താ പറയാ മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസിന്റെ നമ്പർ. കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. സോ പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാടം പഠിച്ചേ മതിയാവുള്ളൂ. ഇത് നമുക്ക് ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളതാണ്. സോ ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. സോ പി വി is equal to n കെ ബി ടി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ പറയാ, ദിസ് ഇൻ ഇക്വേഷൻ 1. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ 1 എടുത്ത് നോക്കാം. എന്താ ഇക്വേഷൻ 1 നോക്കാം. സോ ഇക്വേഷൻ 1 ഇവിടെ നമ്മൾ പെട്ടിയിലാക്കിയിട്ടുണ്ട്. സോ ഞാൻ ആ ഇക്വേഷൻ 1 ഞാൻ മെല്ലെ എന്ത് ചെയ്യാണ്, താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 1 ഇതാണ് അല്ലെ. സോ ഞാൻ ഇക്വേഷൻ 1നെ എന്ത് ചെയ്യാണ്, താഴോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ഞാൻ ഇക്വേഷൻ 1നെ ഞാൻ താഴോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ഇക്വേഷൻ 1ലെ പി വിക്ക് പകരം നമ്മൾ എൻ കെ ബി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ 1 അല്ലേ. അപ്പൊ ഞാൻ ഇക്വേഷൻ 1ൽ ഈ പി വിക്ക് പകരം ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, യു ഷുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ പറയാ എൻ കെ ബി ടി. പി വിക്ക് പകരം നമ്മൾ എൻ കെ ബി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും, ഈ എൻ കെ ബി ടി നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. സോ പി വിക്ക് പകരം ആരെ കൊടുക്കാൻ പോവാണ്, എൻ കെ ബി ടി. സോ എൻ ഇൻറ്റു എന്താ പറയാ കെ ബി ഇൻറ്റു ടി is equal to 2/3. okay, 2/3 into ഇവിടെ n into 1/2 into m എന്ത് കിട്ടും, v bar square എന്ന് കിട്ടും അല്ലെ. ഇനി ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയാം. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവെച്ചാ ഇവിടെ ഒരു n ഉണ്ട്. അപ്പൊ ഈ n-ഉം ഈ n ഞാൻ കട്ട് ചെയ്ത് വിട്ടു. എന്നിട്ട് ഈ 3നെ ഞാൻ മുകൾക്ക് എടുക്കും, ഈ 2നെ ഞാൻ താഴോട്ട് എടുക്കും. അതായത് 2/3 മൊത്തം അങ്ങോട്ട് പോയാൽ 3/2 ആവും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും, 3/2. ഓക്കെ, 3/2. ഓക്കെ, 3/2 എന്താണ്, കെ ബി ടി. ഓക്കെ, 3/2 കെ ബി ടി is equal to ഹാഫ് എന്ത് കിട്ടും, ഹാഫ് എം എന്ത് കിട്ടും, വി ബാർ സ്ക്വയർ. ഹാഫ് എം വി ബാർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് മക്കളെ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജി ആണ് അല്ലെ. ഇവിടെ ഹാഫ് എം വി ബാർ സ്ക്വയർ ആണ്, ഹാഫ് എം വി ബാർ സ്ക്വയർ. ഈ വി ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. സോ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ ഹാഫ് എം വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആവറേജ് കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ, സോ അറിയാത്തവർ എഴുതി വെക്കുക, ഹാഫ് എം വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജിയാണ്. അപ്പൊ നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആവറേജ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം കുറെ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്, അതുകൊണ്ടാണ് ആവറേജ് എടുക്കുന്നത്. സോ അതായത് ഇവർ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ ആണ് ആവറേജ് കൈനറ്റിക് എനർജി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആവറേജ് എന്താ പറയാ കൈനറ്റിക് എനർജി. ഓക്കെ, ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി കാണാണ് ഇക്വേഷൻ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ, ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, 3/2. ഓക്കെ, 3/2 എന്ത് കിട്ടും, 3/2 കെ ബി ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാം, ആവറേജ് കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, ആവറേജ് എ വി ജി കൈനറ്റിക് എനർജി കെ ഇ ഈസ് ഈക്വൽ ടു 3/2 എന്ത് കിട്ടും, കെ ബി ടി എന്ന് കിട്ടും. കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ ടൈം എന്താ പറയുക ടെമ്പറേച്ചർ. ടി ടൈം അല്ല, ടി ടെമ്പറേച്ചർ ആണ്. അതായത് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കണ്ടല്ലേ, ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കാരണം 3/2 കെ ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, ടി മാത്രം ഇവിടെ വേരിയബിൾ ഉള്ളത്. അതായത് ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷന്റെ കൺക്ലൂഷൻ പഠിക്കാം ഇനി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷന്റെ കൺക്ലൂഷൻ ഞാൻ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന സാധനങ്ങൾ എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ പറയുന്ന സാധനങ്ങൾ എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചിരിക്കലും മസ്റ്റ് ആണ്. ഓക്കെ, സോ എന്താണ് വരുന്നത്, ഈ ഇക്വേഷന്റെ എന്താ പറയാ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആവറേജ് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. പ്രത്യേകം ശ്രദ്ധിക്കണം, ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി എന്താണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് അറിയാം. അപ്പൊ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് അറിയാത്തവരെ എഴുതി വെച്ചോ. അപ്പൊ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറിയാത്തവരെ എഴുതി വെച്ചോ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അല്ലെങ്കിൽ സാധാ ടെമ്പറേച്ചറിന് നമ്മൾ അബ്സല്യൂട്ട് എന്ന് കുറച്ച് ഭംഗിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കെ ഇ പ്രൊപ്പോർഷണൽ ടു ടി, അതായത് ആവറേജ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇനി എന്താ സംഭവിക്കുക, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഈസ് ഈക്വൽ ടു 0 കെൽവിൻ കൊടുത്താൽ മതി. അപ്പൊ ആവറേജ് കൈനറ്റിക് എനർജി എന്താവും, അപ്പൊ ആവറേജ് കൈനറ്റിക് എനർജി എന്താവും, 3/2 കെ ബി ഇൻറ്റു 0. അതായത് മൊത്തം എന്ത് കിട്ടും, 0 കിട്ടും. അതായത് ആവറേജ് 0 കെൽവിനില് ടെമ്പറേച്ചർ അതായത് 0 കെൽവിൻ ആണ്. ആവറേജ് 0 കെൽവിനില് ആവറേജ് കൈനറ്റിക് എനർജി 0 ആയിരിക്കും.
അതായത് മോളിക്യൂൾസ് റെസ്റ്റിലായിരിക്കും, അവർക്ക് കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കില്ല. So absolute zero temperature എന്ന് പറഞ്ഞാൽ absolute zero temperature is the temperature at which the average kinetic energy of a gas molecule is zero. പ്രത്യേകം നോക്കണം, ആവറേജ് കൈനറ്റിക് എനർജി ആണ് സീറോ ആവുക, അല്ലാതെ ഒരു മോളിക്യൂളിൻ്റെതല്ല. അതായത് ടോട്ടൽ എടുത്താൽ ചിലപ്പോൾ സീറോ ആയിട്ടുണ്ടാവും. അതായത് എല്ലാ മോളിക്യൂളും റെസ്റ്റിലാവും, ഒരിക്കലും ഗ്യാസ് മോളിക്യൂൾ അങ്ങനെ റെസ്റ്റിലാവൂല. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. അങ്ങനെ റെസ്റ്റിലാക്കണമെങ്കിൽ 0 കെൽവിൻ എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയാണ്. അത് ഇതുവരെ അച്ചൈൻ ചെയ്തിട്ടില്ല, ഇന്നേ വരെ അച്ചൈൻ ചെയ്തിട്ടില്ല ആ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതായത് അച്ചൈൻ ചെയ്യാൻ പറ്റൂല. കാരണം ഒരിക്കലും അച്ചൈൻ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. കാരണം ഗ്യാസിനെ കംപ്രസ് ചെയ്യാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ട്, ഇത് കെമിസ്ട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് 0 കെൽവിൻ അച്ചൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് -273.15 ഡിഗ്രി സെൽഷ്യസ് അച്ചൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഐ തിങ്ക് കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അപ്ലിക്കേഷൻ വരെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മൂസിൻ സാറിനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് 0 കെൽവിൻ അച്ചൈൻ ചെയ്യാൻ പറ്റാത്തത് എന്ന്. ഓക്കെ, സോ എന്ത് കിട്ടും? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? അത് ഒരു ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ആ സമയത്ത് ആവറേജ് കൈനറ്റിക് എനർജി എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ അത്രയേ ഉള്ളൂ. സോ അതോടുകൂടെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് RMS കാണാനുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ള ടോപ്പിക് ഏതൊക്കെ അറിയാം? നമുക്കൊന്ന് RMS വെലോസിറ്റി കാണാനുണ്ട്. നമ്മുടെ ഒക്കെ ഡെറിവേഷൻ ആണ്. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ പുതിയൊരു ടോപ്പിക് ഉണ്ട്, അത് ഇതിനേറ്റും ബന്ധമില്ല. പിന്നെ അതിനെ കുറിച്ചാണ് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ആവറേജ് ഇതും കൂടെ പഠിക്കാം. എന്ത്? ആവറേജ് കൈനറ്റിക് എനർജി കൂടെ പഠിക്കാം, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി കൂടെ പഠിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി കൂടെ, കാരണം ഇത്രയും ഡെറിവേഷൻസ് എല്ലാം കണക്റ്റഡ് ആണ്. ഈ മൂന്നെണ്ണം ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഓക്കെ, ഇനി അവസാനത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, നമ്മളത് എന്തായാലും പഠിക്കും. നമുക്ക് RMS വെലോസിറ്റി ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, RMS വെലോസിറ്റി എന്താ പറയാ ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, എന്താണ് RMS വെലോസിറ്റി എന്ന് നോക്കാം. ഓക്കെ, RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ VRMS, പുതിയ ടൈപ്പ് ഓഫ് വെലോസിറ്റി ആണ്. അതിന് നമ്മൾ VRMS എന്നാണ് വിളിക്കുക. ഓക്കെ, RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസ് മോളിക്യൂളിന് ആവറേജ് വെലോസിറ്റി ഉണ്ട്, അതാണ് V ബാർ. അത് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, V ബാർ x സ്ക്വയർ എന്തേലും ആയിക്കോട്ടെ. അപ്പോ എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വെലോസിറ്റി, ഗ്യാസിന്റെ വെലോസിറ്റി V ആണ്, ആദ്യം അതിന്റെ മീൻ എടുക്കുക, പിന്നെ അതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് വെലോസിറ്റീസ്. അതായത് നമ്മുടെ വെലോസിറ്റി V ആണെന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ സ്ക്വയർ എടുക്കുക, പിന്നെ അതിന്റെ മീൻ എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. അതാണ് റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വെലോസിറ്റി ഓഫ് ഗ്യാസസ്. എളുപ്പമല്ലേ? അപ്പൊ എന്താണ് RMS വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. RMS വെലോസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. സോ RMS വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, ആ ഇക്വേഷൻ നോക്കിയാൽ മതി. ആദ്യം എന്ത് ചെയ്യുക? ഒരു വെലോസിറ്റി V ഉണ്ടാവും, സ്ക്വയർ എടുക്കുക, മീൻ എടുക്കുക, സ്ക്വയർ എടുക്കുക, എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുക. ഓക്കെ, മീൻ എടുക്കുക, സ്ക്വയർ എടുക്കുക, റൂട്ട് എടുക്കുക, അതിന് പറയുന്ന പേരാണ് RMS വെലോസിറ്റി. സോ VRMS ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് V ബാർ സ്ക്വയർ. ഓക്കെ, എന്ത് ചെയ്യുക? മീൻ എടുക്കുക, സ്ക്വയർ എടുക്കുക, റൂട്ട് എടുക്കുക, അതാണ് പരിപാടി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് എന്ത് ചെയ്യുക? ഇതിന്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കോഡായി പഠിച്ചാൽ മതി. റൂട്ട് എടുക്കുക, എന്തെടുക്കുക? V ആണെങ്കിൽ മീൻ എടുക്കുക, സ്ക്വയർ എടുക്കുക, റൂട്ട് എടുക്കുക, അതാണ് RMS വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം പ്രഷർ കാണാൻ ഇക്വേഷൻ. എന്താ പ്രഷർ കാണാൻ ഇക്വേഷൻ? 1/3 എന്താണ്? 1/3 റോ എന്താണ്? V ബാർ സ്ക്വയർ ആണ് പ്രഷർ എടുക്കാനുള്ള സംഭവം. ഓക്കെ, P is equal to 1/3 റോ V ബാർ സ്ക്വയർ ആണ് എന്ത്? പ്രഷർ കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ഓൾറെഡി അറിയാം ഈ സംഭവം എന്താ വെച്ചാൽ. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അറിയാം, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഈ V ബാർ സ്ക്വയർ കിട്ടണം. ഓക്കെ, V ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ V ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ 3P അങ്ങോട്ട് എടുത്തു, ആ റോനെ നേരെ താഴോട്ട് എടുത്തു. സോ 3P എന്ത് കിട്ടും? ബൈ റോ എന്ന് കിട്ടും. ഓക്കെ, V ബാർ സ്ക്വയർ. ഇനി നമുക്ക് ഇതിന്റെ റൂട്ട് എടുക്കണം. കാരണം എന്താണ്? റൂട്ട് ഓഫ് V ബാർ സ്ക്വയർ ആണ് VRMS എന്ന് പറയുന്നത്. സോ VRMS കാണാനുള്ള ആദ്യത്തെ ഇക്വേഷൻ ഇത് നമ്മൾ റൂട്ട് എടുക്കാൻ പോട്ടോ. റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3P ബൈ റോ. അതായത് RMS വെലോസിറ്റി കാണാൻ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് VRMS ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3P ഓൾ ഡിവൈഡഡ് ബൈ റോ. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. VRMS ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3P ബൈ റോ. P പ്രഷർ ആണ്, റോ ഡെൻസിറ്റി ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കാണാൻ പോവാണ്. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്കറിയാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം അല്ലെ? നമുക്കറിയാം 3/2 kBT. ഓക്കെ, നമുക്കറിയാം 3/2 kBT ഈസ് ഈക്വൽ ടു ഹാഫ് എന്ത് കിട്ടും? M V ബാർ സ്ക്വയർ എന്ന്.
ഓക്കെ, ഇത് നമ്മൾ എവിടെ പഠിച്ചത്? ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ മുമ്പത്തെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക? ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ചൂ ഉണ്ട്, ഇവിടെ ഒരു ചൂ ഉണ്ട്, ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ചൂ ഉണ്ട്, ചൂ കട്ട് ചെയ്ത് കളഞ്ഞു. ചൂ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എമ്മിനെ ഇത് ഇൻറ്റു എം എൽ അല്ലെങ്കിൽ ഞാൻ നേരെ താഴോട്ട് കൊണ്ടുവരും. നമുക്ക് എന്ത് കിട്ടും? വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 അതേപോലെ കെ ബി ടി ഓൾ ഡിവൈഡ് ബൈ ഈ എമ്മിനെ താഴോട്ട് എടുത്തു 3 kBT ഓൾ ഡിവൈഡ് ബൈ എം. ഓക്കെ, ഇതിന്റെ റൂട്ട് എടുക്കുക. കാരണം വി ബാർ ഇതിന്റെ റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? പുതിയ ഇക്വേഷൻ കിട്ടും. സോ റൂട്ട് ഓഫ് 3 kBT ബൈ എം. സോ ഇതാണ് ആർ എം എസ് വെലോസിറ്റിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. റൂട്ട് ഓഫ് എന്താ പറയുക? വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ആർ എം എസ് തന്നെയാണ്. സോ വി ആർ എം എസിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് എന്ത് കിട്ടും? 3 എന്താ പറയാ? കെ ബി ടി ഓൾ ഡിവൈഡ് ബൈ എം. ഓക്കെ, 3 kBT ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ആട്ടോ. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കെമിസ്ട്രി നിങ്ങൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലെ? അപ്പൊ ഇനി നമുക്ക് വേറെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. നമുക്കറിയാം ആർ ബൈ എന്താ പറയാ? എൻ എ ഈസ് ഈക്വൽ ടു എന്താണ്? കെ ബി ആണ് അല്ലെ? ആർ ബൈ എന്താ പറയാ? എൻ എ ഈസ് ഈക്വൽ ടു കെ ബി ആണ്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ആർ ബൈ എൻ എ ഈസ് ഈക്വൽ ടു കെ ബി ആണ് നിങ്ങൾക്ക് അറിയാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു ഇക്വേഷൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു എൻ സ്മോൾ എം എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇത് അല്ലാതെ നമുക്ക് വേറെയും ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു ഇക്വേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. വി ആർ എം എസ് കാണാനുള്ള ഇക്വേഷൻ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതിന്റെ ഡെറിവേഷൻ ഒന്നും വേണമെന്നില്ല. വി ആർ എം എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT ബൈ എം എന്നുള്ള ഇക്വേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, വി ആർ എം എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT ബൈ എം എന്നുള്ള ഇക്വേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ മാസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി ഗ്യാസ് ആണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടോട്ടൽ മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. ഇത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ച ഇക്വേഷൻ ആയിരിക്കും. ഫിസിക്സിൽ സാധാരണ യൂസ് ചെയ്യാറുണ്ട് വെച്ചാൽ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. സോ റൂട്ട് ഓഫ് 3RT ബൈ എം. ഓക്കെ, ഇത് സ്മോൾ എം ആട്ടോ. അപ്പോൾ അതോടുകൂടെ ആർ എം എസ് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ നമ്മൾ തീർത്തു. ഓക്കെ 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 റൂട്ട് ഓഫ് 3RT ബൈ ക്യാപിറ്റൽ എം ആണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് സ്മോൾ എം അല്ല കേട്ടോ, ഇത് ക്യാപിറ്റൽ എം തന്നെയാണ് കേട്ടോ. ക്യാപിറ്റൽ എം തന്നെയാണ്. ഓക്കെ, അപ്പൊ വി സി കോൾ റൂട്ട് 3RT ബൈ ക്യാപിറ്റൽ എം. അപ്പൊ എല്ലാം ക്യാപിറ്റൽ എം കൊടുക്കണം. ഓക്കെ, സോ ക്യാപിറ്റൽ എം എന്ന് കൊടുക്കണം. ഓക്കെ, ക്യാപിറ്റൽ എം എന്ന് കൊടുക്കണം. ഇതൊക്കെ സ്മോൾ എം ആട്ടോ. ഇത് സ്മോൾ എം ആണ്, അത് സ്മോൾ എം ആണ്. ഓക്കെ, സ്മോൾ എം ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സ്മോൾ എം ആണ്, മറ്റേതാണ് ക്യാപിറ്റൽ എം. ഓക്കെ, അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്മോൾ എം ആണ്. സ്മോൾ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്. ഓക്കെ, ഇവിടെയൊക്കെ സ്മോൾ എം ആണ്. ഇവിടെ മാത്രമേ നിങ്ങൾ ക്യാപിറ്റൽ എം ഇട്ടാൽ മതി. കാരണം അത് ഇക്വേഷൻ മാറിയിട്ടുണ്ട്. സോ ഇതോടുകൂടെ എന്ത് ചെയ്തു? നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു. ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ആർ എം എസ് വെലോസിറ്റി. കുറെ ഇക്വേഷൻ ഉണ്ട്. ഒന്നെന്താണ്? 3p ബൈ റോ, റൂട്ട് ഓഫ് 3p ബൈ റോ അല്ലെ? റൂട്ടില്ലേ? റൂട്ട് ഓഫ് 3p ബൈ റോ. ദെൻ അടുത്തതോ റൂട്ട് ഓഫ് 3 kBT ബൈ സ്മോൾ എം. ഓക്കെ, പിന്നെ റൂട്ട് ഓഫ് 3RT ബൈ ക്യാപിറ്റൽ എം. ഈ സ്മോൾ എം എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്. ഇത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മോളിക്യൂൾസിന്റെ മാസ്, വലിയ എം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഈ സെഷൻ നിർത്താം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ ആവറേജ് എന്താ പറയാ? കാൽക്കുലേറ്റ് ദ ആവറേജ് കൈനറ്റിക് എനർജി ആൻഡ് ആർ എം എസ് സ്പീഡ്. ഓക്കെ, ആർ എം എസ് സ്പീഡ് എന്ന് പറയാം, ആർ എം എസ് വെലോസിറ്റി എന്നൊക്കെ പറയാം. ആർ എം എസ് സ്പീഡ് ഓഫ് നൈട്രജൻ എന്താ പറയാ? ഓഫ് നൈട്രജൻ N2 മോളിക്യൂൾ ഓഫ് നൈട്രജൻ മോളിക്യൂൾ എന്താ പറയാ? ഓഫ് നൈട്രജൻ മോളിക്യൂൾ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയുള്ള എല്ലാ കാൽക്കുലേഷനും ഡിഗ്രി തന്നാൽ കെൽവിൻക്ക് ആക്കണം. എന്താക്കണം? ഡിഗ്രി തന്നാൽ കെൽവിൻക്ക് ആക്കണം. സോ എങ്ങനെ ചെയ്യും? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം ആവറേജ് കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞു അല്ലെ? സോ ആവറേജ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോ ആവറേജ് കൈനറ്റിക് എനർജി ആണ് N2 മോളിക്യൂൾ ആണ്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജി നിങ്ങൾ ഇപ്പൊ കാണണ്ട. ഓക്കെ, നിങ്ങൾ ആകെ ആർ എം എസ് സ്പീഡ് മാത്രം കണ്ടാൽ മതി. കാരണം അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആർ എം എസ് കൈനറ്റിക് എനർജിക്ക്. സോ വി ആർ എം എസ്. ഓക്കെ, വി ആർ എം എസ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് എന്ത് കിട്ടും? 3RT ബൈ എന്താണ്? ക്യാപിറ്റൽ എം ആണ്. ഓക്കെ, റൂട്ട് ഓഫ് 3RT ബൈ ക്യാപിറ്റൽ എം. ഇവിടെ ആറിന്റെ വാല്യൂ 8.314 എടുക്കണം. ഓക്കെ, അത് ക്വസ്റ്റ്യന് തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3 ഇൻറ്റു എന്ത് കിട്ടും? 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എത്ര? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിനെങ്ങനെ കെൽവിൻക്ക് ആക്കും?
27 പ്ലസ് 273 എത്ര കിട്ടും 300. ഓക്കെ, അതേ ഇൻറ്റു 300. ഓക്കെ, അതേ ഇൻറ്റു 300 ഓൾ ഡിവൈഡ് ബൈ എം എത്ര നൈട്രജൻ ആണ്. ഒരു നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 14 ആണ്. സോ 2 നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 28 ആണ്. നൈട്രജൻ മോളിക്യൂളിന്റെ മാസ് 28 ആണ്. കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓൾറെഡി. നിങ്ങൾ ഇതിലൊക്കെ ബുദ്ധികളായിരിക്കും, വെറുതെ പറയാണ്. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്രയോ ഒരു ആൻസർ കിട്ടും. സോ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഈ ആൻസർ എത്രയാന്നുള്ളത് എനിക്ക് മെസ്സേജ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റർ വെച്ചോ എന്തോ വെച്ചോ ചെയ്തോ, പക്ഷെ ആൻസർ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടണം. പല സമയങ്ങളിലും പലരും ഞാൻ കാൽക്കുലേഷൻ ചെയ്തത് കാണിക്കാറില്ല, അത് വേറെ കാര്യം. കാണിക്കുകയാണെങ്കിൽ തന്നെ ചിലരൊക്കെ തെറ്റിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഒന്നെങ്കിൽ സാധാ പോലെ എഴുതിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സയന്റിഫിക് കാൽക്കുലേറ്റർ എടുക്കുക. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യൽ നിങ്ങൾ +2 പഠിക്കുക. അവിടെ നിങ്ങൾ നന്നായി കറക്റ്റ് ആയിട്ട് പഠിച്ചോളും. ഓക്കെ, സാറുമാർ പഠിപ്പിച്ചു തരും എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇതേപോലെ എടുത്ത് തരിക. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഒരു ക്ലാസ്സും കൂടെ വേണം. ഞാൻ ഇത് ഇന്ന് തീർക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ തീരൂല. ഓക്കെ, സോ താങ്ക് യു. നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ വിശാലമായിട്ട് ഇതിന്റെ ബാക്കി എടുക്കാം. ഓക്കെ, സോ താങ്ക് യു.